കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, 31 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുളി ചെയ്തു, ഉന്നതത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേലുണ്ട്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളും ഒരു സ്വർഗീയ മനുഷ്യനെയും ഭൂമിയിലുള്ള മനുഷ്യനും തമ്മിൽ വേർതിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ സ്വർഗീയ മനുഷ്യനാണോ? നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്, ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 15:8 നാം വായിക്കുന്നുണ്ട്, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും ഇനിയും അല്പകാലം കഴിയുമ്പോൾ അതേ മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവനായ മനുഷ്യൻ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് കടന്നു പോകേണ്ടവൻ ഭൂമിയിൽ മനുഷ്യ ദൈവങ്ങളെ മെനയുന്നു. അവന് മരണമുണ്ടെന്നോ അവന്റെ ജീവിതം ഹ്രസ്വമാണെന്നോ അവൻ ചിന്തിക്കുന്നില്ല എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൽ നിന്ന് വന്നവരാണ്, പക്ഷെ നമ്മൾ ലോകത്തിലാണ്. ശരീരം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ലോകത്തിലാണ്. എന്നാൽ ഈ ശരീരം ഈ ലോകത്തിൽ തീരും. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ട് ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിക്കണം. അപ്പോ നമ്മളും യഥാർത്ഥത്തിൽ ലോകത്തിൽ നിന്നും വന്നവരല്ല, ദൈവത്തിൽ നിന്നും വന്നവരാണ്. പക്ഷെ നമ്മൾ ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇന്നത്തെ വായനയിൽ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു സ്വർഗത്തിൽ നിന്നും വന്നവനാണെന്നുള്ളതിന്റെ തെളിവ് നിരത്തുകയാണ്. അപ്പൊ അവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നിന്ന് വന്നവന് സ്വർഗത്തെ കുറിച്ച് പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. നമ്മള് മറ്റൊരു ദേശത്ത് എവിടെയെങ്കിലും പോയി ഏതാനും നാളുകൾ അവിടെ താമസിച്ചു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ അവിടെയാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ചും ആ ഇടത്തെക്കുറിച്ചും ആ ഇടത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ചും നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാം. കാരണം എന്താ? നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ലോകത്തിലായിരിക്കും, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലോകത്തെക്കുറിച്ചുള്ള സംസാരം, ലോകത്തെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ മാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മൾ വെറും ഭൗമികരായിട്ട് മാറുകയാണ്. നമ്മൾ വെറും ഭൗമികരല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ്, സ്വർഗത്തെക്കുറിച്ച് പറയേണ്ടവരാണ്. ഒന്നാണല്ലോ യേശുവിന്റെ സുവിശേഷ പ്രഘോഷണങ്ങളെല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാൻ. എന്താ? പിതാവിന്റെ സന്നിധിയിൽ നിന്നും വന്നതുകൊണ്ട് സ്വർഗത്തിൽ നിന്നും വന്നവന് സ്വർഗത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. ഈ ലോകത്ത് ഒത്തിരിയേറെ മതങ്ങളുണ്ട്, മതദൈവങ്ങളുണ്ട്. മനുഷ്യനാൽ തീർത്ത മനുഷ്യരായിരുന്നവരെ ദൈവങ്ങളായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് അവന് മാത്രമേ സ്വർഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഭൗമികരാണ്. അപ്പൊ യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് പറയുകയും
തന്റെ സംസാരത്തിൽ മുഴുവനും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതിപാദനമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നുള്ളവൻ സ്വർഗത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നു, അവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു എന്നാണ്. ഒരുവൻ എന്ത് സംസാരിക്കുന്നു എന്നതിനനുസരിച്ച് അവൻ ഭൗമികനാണോ അവൻ സ്വർഗീയനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഭൂമിയിലാണെങ്കിലും സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കേണ്ടവരാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ഭൂമിയിലാണെങ്കിലും ഭൂമിയുടേതല്ല, നമ്മൾ യേശുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗീയ സാദൃശ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യേണ്ടവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നമ്മൾ ലോകത്തിൻ്റെതാണെങ്കിലും നമ്മൾ ലോകത്തിലാണെങ്കിൽ ലോകത്തിൻ്റെതല്ല, മറിച്ച് യേശുവിൻ്റെതാണ്. അതുകൊണ്ടാണ് ലോകം നമ്മളെ വെറുക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളവർ ഒരുവൻ സ്വർഗരാജ്യത്തിന്റെ നിലപാടുകൾക്കനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ, ഒരുവൻ വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ, ഒരുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ, അവൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തോട് ബന്ധപ്പെടുത്തി ക്ഷമിക്കാനും എളിമപ്പെടാനും വിട്ടുകൊടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ, ഭൗമികൻ ലോകത്തിന്റെ മനോഭാവം ധരിക്കുന്നവൻ അവൻ ദൈവീക മനുഷ്യനെ, സ്വർഗീയ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമെന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇപ്പോ ഞാൻ യഥാർത്ഥത്തിൽ സ്വർഗീയ മനുഷ്യനാണെങ്കിൽ ഞാൻ ദൈവത്തെ കുറിച്ച് സംസാരിക്കും, സ്വർഗത്തെ കുറിച്ച് സംസാരിക്കും. ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ച കാര്യങ്ങളല്ലേ സംസാരിക്കണ്ടേ? ഇപ്പൊ വചനത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും സ്വർഗത്തിന്റെ മുന്നാസ്വാദനം സ്വീകരിക്കുന്ന നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. വിശുദ്ധ കുർബാന സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ്. സ്വർഗത്തിൽ ദൈവത്തോട് നമ്മൾ എങ്ങനെ ഐക്യപ്പെടുമോ അത് ഈ ഭൂമിയിൽ സാധ്യമാകുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. അപ്പോ സ്വർഗത്തിന്റെ മുന്നാസ്വാദനമായ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കടന്നുപോകുന്ന നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, ദൈവത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. നമ്മൾ അനുഭവിച്ചതും നമ്മൾ സ്വീകരിച്ചതും നമ്മൾ സ്വന്തമാക്കിയതുമായ ദൈവരാജ്യത്തിന്റെ അനുഭവം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പുത്രനെ സ്വന്തമാക്കിയവൻ നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വീകരിച്ചുകൊണ്ടല്ലേ പോകുന്നേ? അപ്പൊ നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കേണ്ടത് എന്റെ എല്ലാ ജീവിതത്തിന്റെ തീരുമാനങ്ങളും നിത്യതയോട് തുലനം ചെയ്തുകൊണ്ടായിരിക്കണം, സ്വർഗത്തോട് തുലനം ചെയ്യണം. എന്റെ സംസാരം, എന്റെ പ്രവർത്തികൾ, എന്റെ ബന്ധങ്ങള്, എന്റെ തീരുമാനങ്ങളൊക്കെ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുത്തുമോ എന്നുള്ള ആ ഒരു ആലോചനയുണ്ടല്ലോ, അതാണ് ഈ ഭൂമിയിൽ എല്ലാ തീരുമാനങ്ങളും സ്വർഗത്തോട് തുലനം ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ നിന്റെ മരണത്തെ ഓർത്ത് നിന്റെ നിത്യതയെ ഓർത്തെങ്കിലും ക്ഷമിക്ക്. അതായത് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഭവനമുണ്ടല്ലോ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ വചനം പറയാണ്, നിങ്ങൾ പിതാവിൽ വിശ്വസിക്ക്, എന്നിലും വിശ്വസിക്ക് എന്ന് പറയാണ്. ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഭവനമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരികയും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. എങ്ങോട്ട്? സ്വർഗീയ വസതിയിലേക്ക്, നിത്യവസതിയിലേക്ക്. ഈ സ്വർഗീയ വസതി, നിത്യവസതി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് വന്നവൻ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്വർഗീയന്റെ സാദൃശ്യമാണോ ഭൗമികന്റെ സാദൃശ്യമാണോ ധരിക്കുന്നത്? പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയിൽ ചോദിക്കുന്ന പോലെ, നമ്മൾ പ്യൂർലി ഭൗമികരാണെങ്കിൽ നമ്മൾ ഭൗമികന്റെ സാദൃശ്യമാണ് ധരിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കാൻ പറ്റും. ദൈവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുമ്പോൾ, നിത്യരക്ഷയെ കുറിച്ചുള്ള ആലോചന മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും തീരുമാനങ്ങളിലും നിത്യത നഷ്ടപ്പെടുത്താതിരിക്കാൻ, സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു ആലോചനാപൂർവമുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സ്വർഗീയന്റെ സാദൃശ്യത്തിലേക്ക് വളരുകയാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നിരന്തരം ആത്മശോധന ചെയ്യണം. നമ്മൾ വെറും ഭൗമിക മനുഷ്യരാണ്. ലോകത്തിന്റെ തീരുമാനങ്ങളും ലോകത്തിന്റെ ഇഷ്ടങ്ങളും ജഡത്തിന്റെ തീരുമാനങ്ങളും ലോകം സമ്മാനിക്കുന്ന സന്തോഷങ്ങൾക്ക് മാത്രമാണോ, അതോ ഈശോ നമുക്കായി നേടിത്തന്ന നിത്യരക്ഷ, ആത്മരക്ഷയെ പ്രതിയും നമ്മൾ ആനന്ദിക്കാൻ തയ്യാറുള്ളവരാണ്? ഇതൊരു ആത്മശോധനയുടെ വിഷയമായി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയും പുത്രനെ സ്വീകരിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നുള്ള വചനം സ്വീകരിച്ചുകൊണ്ട് പുത്രനെ സ്വീകരിച്ച് കടന്നു പോകുമ്പോൾ നിത്യജീവന്റെ അച്ചാരം സ്വീകരിച്ച് കടന്നു പോകുന്നവരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.